അതെ, നമുക്ക് ഓണത്തിനൊരു സ്പെഷ്യൽ പായസമായാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 പഴുത്ത മാങ്ങ, സാബൂനരി, സേമിയ, പാല് ഇത്ര ഐറ്റംസാണ്. നമ്മളൊരു മാംഗോ പായസമാണ് കേട്ടോ റെഡിയാക്കണത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 1 ലിറ്റർ പാലൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. പിന്നെ ഞാനിവിടെ 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ മാങ്ങ ഒന്ന് തൊലി കളഞ്ഞിട്ട് നമുക്ക് കഴുകി കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ പാൽ ഇവിടെ ചൂടായി വരുന്നുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത മാങ്ങയിൽ നിന്നും ഒരു 1/4 മാങ്ങ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ ബാക്കി മാങ്ങാ കഷ്ണങ്ങൾ നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാല് നന്നായി തിളവന്ന സമയത്ത് 2 മണിക്കൂർ കുതിർത്തിയെടുത്തിട്ടുള്ള സാബൂനരിയാണ് 1/2 കപ്പ് സാബൂനരി എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുതിർത്തിയെടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സാബൂനരി വെന്ത് ഇങ്ങനെ ട്രാൻസ്പെറൻ്റായി വരുന്ന സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മധുരത്തിന് ശർക്കരപ്പൊടിയാണ്, പഞ്ചസാര വേണ്ടവർക്ക് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സമയം അതൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് നെയ്യിൽ കുറച്ച് ബദാം പരിപ്പും അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ, ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് മുന്തിരി, ഉണക്കമുന്തിരിയും കൂടെ നമ്മൾ വറുത്ത് കോരി മാറ്റി വെക്കാം. പിന്നെ നമ്മളിനി ഇതിലേക്ക് ഒരല്പം സേമിയ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സേമിയ ഒരു 1/4 കപ്പ് അളവിൽ. അപ്പോൾ അത് ഓൾറെഡി വറുത്ത സേമിയാണ്, പക്ഷെ എന്നാലും നെയ്യിൽ ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിലും ഇപ്പം മാങ്ങയൊക്കെ കടകളിൽ ഞാൻ നാട്ടിൽ വന്ന സമയത്തൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഓണത്തിനൊന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കും കേട്ടോ. ഇനി നമ്മൾ വറുത്തെടുത്തിട്ടുള്ള സേമിയ ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സാബൂനരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, മധുരമൊക്കെ അതിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് ആ സേമിയ ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മാങ്ങ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ആ മാങ്ങ ചേർക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ നല്ലോണം ആ ഒരു ചൂടുണ്ടല്ലോ, ആ ചൂടിൽ മാങ്ങ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അരച്ചെടുത്തുള്ളത്. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് കട്ട് ചെയ്തതിൽ മാറ്റി വെച്ചിട്ടുള്ള മാങ്ങ ഉണ്ടല്ലോ, അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്തത്. അതും കൂടെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാനായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുള്ള നെയ്യിൽ വറുത്ത ബദാമും ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കിടു പായസമാണ്. അപ്പോൾ ഓണത്തിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എല്ലാവരും മുന്നിലൊന്ന് ഷൈൻ ചെയ്യാം കേട്ടോ.